इधर मोनालिसा, मैं अभी आ रही हूँ मुजफ्फरनगर को, केरला, कालीकट, बॉबी चमेनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय. ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോടുള്ള ബോച്ചയുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായിട്ട് കുംഭമേളയിൽ വൈറലായിട്ടുള്ള പെൺകുട്ടിയായ മൊണാലിസയാണ് ബോച്ചയെ കൊണ്ടുവരുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ബോച്ചയുടെ സോഷ്യൽ മീഡിയ പേജ് വഴി തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ കണ്ട മുതലേ തന്നെ ബോച്ചയുടെ ആരാധകർ കംപ്ലീറ്റ് അങ്ങ് ആഹ്ലാദ തിമിർപ്പിലാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കമന്റ് സെക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൽ കൂടുതൽ പേര് ഇപ്പൊ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. പല ആളുകളും പറയുന്നുണ്ട്, ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകാൻ വേണ്ടിയാണ്, പാവപ്പെട്ട ആളുകളും നല്ല നിലയിലേക്ക് എത്തട്ടെ എന്നുള്ളത്. മൊണാലിസ കുംഭമേളയിൽ വളരെയധികം പ്രശസ്തി പിടിച്ചു പറ്റിയൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കണ്ണും അതുപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടിയുമാണ്. അതുപോലെ ഇവരെ മെയിനായിട്ട് പറയുന്ന വെച്ചാൽ നാഷണൽ ക്രഷ് എന്നാണ് കേട്ടോ ഇവരെ പേരിട്ട് വിളിക്കുന്നത്. ഇപ്പം അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് ബോച്ചയുടെ ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിലും വേറെ ലെവലാണ് കേട്ടോ. ഈ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം ഹണി റോസ് എന്നല്ല, ഏത് സിനിമാ നടികൾ വന്നു കഴിഞ്ഞാലും അതുക്കും മീതെയായിരിക്കും ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ എന്നുള്ളത് ബോച്ചയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഈ കാര്യങ്ങളൊക്കെ തന്നെയും ബോച്ച ചിന്തിച്ചെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും മീതെ തന്നെയാണ്. മൊണാലിസയെ കുറിച്ച് കൂടുതൽ പേർക്ക് നന്നായിട്ട് അറിയാം. എന്നാലും മൊണാലിസയെ സംബന്ധിക്കുന്ന ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. കുംഭമേളയിൽ ഇത്രയധികം പ്രശസ്തി കിട്ടിയ ഒരാളുണ്ടെങ്കിൽ അത് മൊണാലിസ തന്നെയായിരിക്കും. മാല വിൽക്കാനായി എത്തി വൈറലായി മാറിയ പെൺകുട്ടി മൊണാലിസ എന്ന മോണി ബ്ലോസെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. ആരെയും ആകർഷിക്കുന്ന കണ്ണുകളിലൂടെയാണ് മൊണാലിസ ശ്രദ്ധ നേടുന്നത്. പ്രാദേശിക മാധ്യമങ്ങൾ മുതൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരെ മോണി ബ്ലോസയുടെ അഭിമുഖങ്ങൾ വന്നു. വൈറലായി മാറിയതോടെ പെൺകുട്ടിയെ മൊണാലിസ എന്ന് വിശേഷിപ്പിക്കുവാനും തുടങ്ങി. മാത്രമല്ല വീഡിയോ എടുക്കുവാനും സെൽഫി എടുക്കാനും ആളുകൾ തിക്കും തിരക്കും കൂട്ടാനും തുടങ്ങി. ബ്രൗൺ ബ്യൂട്ടി എന്നാണ് 16-കാരിയെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വിശേഷിപ്പിച്ചത്. ഇതിനിടെ എതിർപ്പ് അറിയിച്ചിട്ടും ആൾക്കൂട്ടം പെൺകുട്ടിയെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥിതിയുമുണ്ടായി. ഇതോടെയാണ് മൊണാലിസയെ കുടുംബം മധ്യപ്രദേശിലെ ഇൻഡോറിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചയച്ചത്. സെൽഫിക്കും വീഡിയോയ്ക്കുമായി ആളുകൾ വലിയ തോതിൽ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങിയത് കുടുംബത്തിന്റെ കച്ചവടത്തെയും ബാധിച്ചിരുന്നു. മൊബൈലുമായി തന്നെ വളഞ്ഞ ആളുകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മൊണാലിസയുടെ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വീഡിയോയും ഫോട്ടോയും എടുക്കാനായി എത്തിയവരിൽ നിന്ന് രക്ഷപ്പെടാനായി പെൺകുട്ടിയെ മുഖവും തലയും ഷാൾ കൊണ്ട് മറയ്ക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളുള്ളത്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും പിന്തുടരുന്നവരിൽ നിന്നും ഒടുവിൽ കുടുംബമാണ് പെൺകുട്ടിയെ സുരക്ഷിതമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മൊണാലിസയെ കുടുംബം നാട്ടിലേക്ക് തിരിച്ചയച്ചെന്ന വാർത്ത പുറത്തു വരുന്നത്. മകൾ ഇനിയും കുംഭമേളയിൽ തുടരുന്നത് നല്ലതല്ലെന്നും സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങുന്നതാണ് അവളുടെ ക്ഷേമത്തിനും കുടുംബത്തിന്റെ ഉപജീവനത്തിനുമുള്ള ഏറ്റവും നല്ല തീരുമാനവുമെന്നാണ് പിതാവ് പറയുന്നത്. അതിനിടെ മൊണാലിസ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് പെൺകുട്ടി വീഡിയോ പുറത്തുവിട്ടത്. വൈറലായതിനു പിന്നാലെ മൊണാലിസയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. आप लोगों को कैसा लगा जरूर कमेंट में बताएं. ओके, बाय बाय. धन्यवाद. सो नमस्कार गाइस, आप सब कैसे हो? मैं अभी आई हूँ कुछ एक्टिंग सीखने के लिए इंदौर. വൈറലായതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം പേജിൽ അയക്കാനും യൂട്യൂബ് ചാനൽ അയക്കാനും അത്രയധികം ആളുകൾ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ കുംഭമേളയിൽ അത്യധികം പ്രശസ്തി കിട്ടിയിട്ട് അതൊരു പണിയായി പോയിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്കും. എന്തായാലും ഇതൊരു പുതിയ തുടക്കം തന്നെ ആവട്ടെ. ബോച്ചെ കണ്ടെത്തിയ ആളെന്തായാലും തെറ്റിപ്പോയിട്ടില്ല. ബോച്ചയുടെ കണക്കൂട്ടിലൊക്കെ ശരിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ കൂടുതൽ പേരും പറയുന്നുണ്ട് ഹണി റോസ് പോയിട്ട് മാളത്തിൽ ഒളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തേന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും എന്നൊക്കെ പലതരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ബോച്ചെ പങ്കുവെച്ച ആ ഉദ്ഘാടനത്തിന്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട ആ ഒരു ഷോർട്സിലും കാര്യത്തിലും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് ബോച്ചയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് കമന്റ്സ് വന്നിട്ടുള്ളത്. ആളുകൾ കംപ്ലീറ്റ് നമ്മുടെ കേരളക്കാർ കംപ്ലീറ്റ് ഇപ്പം മൊണാലിസയെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക തന്നെ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും മൊണാലിസ വന്നിറങ്ങിയിട്ട് ആ ഒരു ഉദ്ഘാടനം കഴിക്കുന്ന ആ ഒരു ചടങ്ങ് അതിലിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാന്നറിയില്ല. എന്തായാലും നല്ല വമ്പൻ ജനക്കൂട്ടം തന്നെ മൊണാലിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും ആ പെൺകുട്ടിക്ക് ഇതൊരു പുതിയൊരു തുടക്കം തന്നെ ആവട്ടെ, നല്ലൊരു ഫ്യൂച്ചർ ആ പെൺകുട്ടിക്കും കിട്ടട്ടെ.